ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോയി, ശമ്പള വർധന ഉണ്ടാകുന്നില്ലെന്ന് പറയുന്ന സമരം ചെയ്യുന്നതിനുള്ള ഒരു സംഘടന എന്നുള്ളത് കവിഞ്ഞ് രാഷ്ട്രീയ അവബോധമുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പലതവണ വിമർശിക്കപ്പെട്ടവർ. മൈത്രേയനെ കോളേജ് കാലം മുതൽ പരിചയമുള്ള വ്യക്തിയാണ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ്. അദ്ദേഹം മൈത്രേയനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല ഇന്റർവ്യൂകളിലും തന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മൈത്രേയന് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കനി കുസൃതിയുടെ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുന്നുവെങ്കിൽ അതൊരു ഭീരുത്വമാണ്. അന്യരുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമൊക്കെ അന്ധമായി അനുകരിക്കുന്നവർ അടിമത്വത്തിൽ ജീവിക്കുന്നവരാണെന്നും മൈത്രേയനെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും കുറിച്ച് അഷ്റഫ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അഭിനയ വീക്ഷണം പോലെ തന്നെ വ്യത്യസ്തമാണ് കനി കുസൃതിയുടെ ജീവിത വീക്ഷണവും. താലികെട്ടി കരാറടിസ്ഥാനത്തിൽ ജീവിക്കുന്നതിൽ അവർക്ക് വിശ്വാസവുമില്ല, താല്പര്യവുമില്ല. അവർ ഇഷ്ടപ്പെടുന്നവരോടായാലും അവരെ ഇഷ്ടപ്പെടുന്നവരോടായാലും തന്റെ ഈ നിലപാട് ആദ്യമേ തന്നെ കനി തുറന്നു പറയാറുണ്ട്. ലിവിംഗ് ടുഗദറായി ജീവിച്ചാലും ഒരു കുട്ടിയെ പ്രസവിക്കാൻ അവർ തയ്യാറല്ല എന്നും പലപ്പോഴും കനി വ്യക്തമാക്കിയിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോയി, ശമ്പള വർധന ഉണ്ടാകുന്നില്ലെന്ന് പറയുന്ന സമരം ചെയ്യുന്നതിനുള്ള ഒരു സംഘടന എന്നുള്ളത് കവിഞ്ഞ് രാഷ്ട്രീയ അവബോധമുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നീ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കുറച്ച് പണ്ടൊക്കെ ഒരു സ്റ്റഡി ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കാരണം ഈ ജനാധിപത്യം വന്നപ്പോൾ, ഭരണഘടന വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം. അതുവരെ ഈ രാജാവിനെതിരെ സമരം ചെയ്യുന്നതും കൊളോണിയൽ രാജാക്കന്മാർക്കെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി എല്ലാം തയ്യാറെടുത്തിരുന്ന ഒരു കേഡർ പാർട്ടി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ ഭരണഘടന വന്നപ്പോൾ പെട്ടെന്ന് ഈ എതിരാളി ആരാന്ന് അറിഞ്ഞുകൂടാതായിപ്പോയില്ലേ. അത് അത് കഴിഞ്ഞ് പിന്നെ ഭരണകൂടം എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നിന്നിരുന്നത്. പക്ഷേ ഈ സമരം അത് പഴയതുപോലെ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അപ്പുറത്ത് അങ്ങനത്തെ ഒരു ശത്രു ഇല്ല. ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് കാരണം കൊണ്ടാണ് പിന്നെ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഇലക്ഷന് നിന്നിരുന്നത് എങ്ങനെയായിരുന്നു? ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ പറയുന്നതിന് ഇത് ഉപയോഗിക്കാം, തന്ത്രപരമായി. അല്ലാതെ അവരെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ല എന്നായിരുന്നു അന്ന് നിലപാടെടുത്തിരുന്നത്. തന്ത്രപരമായി ഇതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് പാർലമെന്ററി വ്യാമോഹത്തിൽ പെടാതിരിക്കാനായിട്ട് MLA-മാരെയും MP-മാരെയും ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്തിരുന്നവരാ. അപ്പൊ അതും കഴിഞ്ഞപ്പോ അവർക്ക് ആ കാര്യം പോയി ഇപ്പൊ എല്ലാവരും ഭരണഘടനാപരമായിട്ടുള്ള തരത്തിൽ ഇലക്ഷൻ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ രഹസ്യമായിട്ട് വിപ്ലവത്തിന് ആലോചിക്കുന്നുണ്ടോ അവരാരെങ്കിലും? അങ്ങനെ ആലോചിക്കുന്നവരെ ഓടിച്ചിട്ട് വെടിവെക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിനകത്ത് ഒരു രാഷ്ട്രീയവും പഠിക്കാതെ പണ്ട് ബ്രിട്ടീഷുകാർക്ക് പകരം വടക്കേ ഇന്ത്യയിലെ കുറച്ച് മുതലാളിമാര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായത്. ഭരണഘടനയുണ്ട്, അതിനകത്തുണ്ടായിരുന്ന എല്ലാ സാധനവും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും. പുതിയ നിയമം കൊണ്ടുവന്ന് ഭരണഘടനയ്ക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരായി സ്വാതന്ത്ര്യമുള്ളവരായി മാറുന്നത്. ഇതിപ്പോ അതെല്ലാം പോയി. ചാപ്പാടുണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇന്ന് തെക്കേ ഇന്ത്യക്കാരന്റെ പണി. കാശടക്കുക, അവന്മാർ അതെല്ലാം ബാങ്കിൽ കൂടെ അങ്ങോട്ട് എടുക്കുക, നമുക്കിട്ട് തരാതിരിക്കുക. നമ്മൾ 1 രൂപ കൊടുത്താൽ 60 പൈസ തരും തിരിച്ച്. UP-കാരന് 1 രൂപ കൊടുത്താൽ 3 രൂപ അങ്ങോട്ട് കൊടുക്കും. ഇതൊന്നും ഒരു നിയമവുമില്ല. എന്തെല്ലാം തരത്തിലുള്ള പുതിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള, നമ്മൾ ജനക്ഷേമകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് ജീവിത നിലവാരം ഉയർത്തത് നമ്മളെ കുറ്റമായി മാറിയിരിക്കുന്നിടത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടാതെ നോക്കിയത്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് മുഴുവൻ നമ്മൾ ഇന്ന് വില കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത്, ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടനയ്ക്കകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ള അവകാശങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒന്നും തന്നെ നടക്കുന്നില്ല. കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്രമൊന്നും അല്ലടൂ, യൂണിയൻ ഗവൺമെന്റ് ആണ്. ഫെഡറൽ സ്റ്റേറ്റുകളാകേണ്ടതുണ്ട്. ഫെഡറൽ സ്റ്റേറ്റ് അല്ല. ഒരു രാജ്യത്തിന് ഞാൻ ബ്രിട്ടീഷ് രാജാവിന് പകരം എന്താണ് ഇന്ത്യൻ രാജാക്കന്മാർ കുറച്ച് പേര് ഭരിക്കുന്നു എന്നുള്ളതാണ്, തെരഞ്ഞെടുത്ത രാജാക്കന്മാരുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ടാണ് ഈ കയറി ഭരിക്കുന്നത്. അതേ കസേരയിലല്ലേ ഇരിക്കുന്നേ, രാജാവിന്റെ കസേരയിലല്ലേ ഒരു പോയിരിക്കുന്നേ. രാജാവിന്റെ കൊട്ടാരത്തിലല്ലേ ഇവിടുത്തെ രണ്ടുപേരും താമസിക്കുന്നേ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടുപേരും കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നേ. പിന്നെ എന്തിനാടാ പാവം പിടിച്ച രാജാക്കന്മാരെയൊക്കെ മാറ്റിയേ? അതുകൊണ്ടാണ് ഭരണം മാറേണ്ടതുണ്ട്, ഭരണമല്ല വേണ്ടതെന്ന് അറിയേണ്ടതുണ്ട്. ജനാധിപത്യത്തിനകത്ത് ക്രമീകരണമെന്നും സേവനമെന്നും മാറേണ്ടതുണ്ട്.
നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന പോലെ കസേരയിൽ ഇരിക്കാനാണ് ഈ തരത്തിൽ കസേര ഇരിക്കുക. അല്ലാതെ ഞാൻ വരുമ്പോൾ ഈ കസേരയിൽ ഒരു തുണി ഇട്ടെങ്കിൽ ഇത് സ്പെഷ്യൽ ആക്കുന്ന പണി ചെയ്യരുതെന്നുള്ള അറിയണ്ടേ. വലിയ കസേരയിലും വലിയ മുറിയിലും വലിയ മേശയുടെ പുറകിലും ഇരുന്ന് ജനാധിപത്യപരമായി പെരുമാറാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ആ തരത്തിലൊക്കെ അഹങ്കാരത്തോടെ അവന്മാരെല്ലാം പെരുമാറും. പോലീസ് സ്റ്റേഷനകത്തിരിക്കുന്ന മേലുകീഴിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് താഴെ ഇരിക്കുന്ന ആളിനോട് മര്യാദയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റും? അതുകൊണ്ട് ഇതൊക്കെ അഴിച്ചു പണിയാണ്ട് പറ്റും. അല്ല അപ്പൊ ഇത് അഴിച്ചു പണിയുന്നതിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ ഈ ജനാധിപത്യത്തിനെ പറ്റി എന്താണെന്ന് ഈ വരുന്ന മാസം തൊട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഞാൻ പോകുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം എന്നാണ് ഇപ്പൊ ഇയാളുടെ അടുത്ത് പറയുന്ന വിഷയം. സൂക്ഷ്മമായിട്ട് ബദല്, പകരം. ഇയാൾ ചോദിച്ചില്ലേ ഒരു സിസ്റ്റം വേണ്ടേ? ജനാധിപത്യ സിസ്റ്റം ഉണ്ടാക്കണ്ടോ? അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടോ? ഇതിനകത്ത് ഇത് ഇങ്ങനെ ചെയ്തിട്ടൊന്നും ആകാനൊക്കത്തില്ല. ഇയാളെ മാറ്റി ഞാനവിടെ കയറിയിരുന്നാലൊന്നും ജനാധിപത്യം ആകത്തില്ല. തനിക്കും എനിക്കും ഒരു വടി, വാള്, തോക്ക് ഇത് തന്നിട്ട് അയലത്തുകാരനെ സ്നേഹിക്കാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. ഇത്രയാണ് ഈ നിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഭരിക്കാനുണ്ടാക്കിയത്. അത് വെച്ച് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മേല് കീഴ് താൻ ചെന്നാൽ ഓച്ചാനിച്ച് നിൽക്കുകയോ അപേക്ഷ എഴുതി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ആരെ മാറ്റിയിരുത്തിയാലും അങ്ങനെ തന്നെ ഉള്ളൂ. താൻ വെടിവെച്ചാലും ഞാൻ വെടിവെച്ചാലും അപ്പുറത്തിരിക്കുന്ന ചത്തുപോകത്തില്ലേ? അല്ല, നല്ല വെടിയും ചീത്ത വെടിയും ഉണ്ടോ? ജനാധിപത്യപരമായ വെടിയുണ്ടോ? ഇല്ല. ഇത്രയും മനസ്സിലായാൽ മതി. ഇപ്പൊ പറഞ്ഞപ്പോ പോലീസിലായാലും അവിടെ റാങ്കുകൾ ഉണ്ടെന്ന് പറയുന്നത്, പോലീസിലായാലും അവിടെ റാങ്കുകളുണ്ട്. ആ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്ത റാങ്കുകളുണ്ട്. ഇപ്പൊ ഉയർന്ന എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഹയർ പൊസിഷനിലേക്ക് പോവുക എന്നുള്ളത്. അത് ഇപ്പൊ ഞാൻ അവർക്ക് ശമ്പളം കൂടിയാൽ മതി, ഒരു പൊസിഷനും മേപ്പോട്ട് പോകണ്ട. അല്ല, ഒരാള് ഇത്ര വർഷം സേവനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അയാൾക്ക് ഇത് കൊടുത്താൽ മതി. ഇപ്പൊ IAS ഒക്കെ എഴുതിയെടുക്കുന്ന ആളുകൾ ഒരു കാര്യമല്ല, IAS ഒന്നും വേണ്ട. ജനങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ, നമ്മളെ ഭരിക്കാനായിട്ട് ആരും പഠിക്കണ്ട. പഠിച്ച് വന്നിട്ട് അത് എന്ത് ചെയ്യണമെന്ന് അറിയുന്ന തരത്തിലാണ്. അല്ലാതെ ഈ IAS എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉണ്ടായതാണത്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനമാണ്. അതിപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കളക്ടറൊക്കെ എന്തിനാണ്? നമ്മള് പഞ്ചായത്ത് ഉണ്ടാക്കിയതാണല്ലോ. ആ പഞ്ചായത്തിന് പകരം ഇതിന് പകരം ഉണ്ടാക്കിയതാണ്. ഏതിനു പകരം? വില്ലേജ് ഓഫീസ്, തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്. ഈ മൂന്നെണ്ണത്തിന് പകരമാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കളക്ടറൊക്കെ അവിടെ ഇരിക്കുന്നത്? ഇതാണോ ഈ സമാധാനം? ഇനി ഇലക്ഷൻ നടന്നില്ല എന്ന് വെച്ചോ, ഭരണം നടക്കുവോ? അതാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് ഇയാൾ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ഒരു സിസ്റ്റം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. അല്ല, സിസ്റ്റത്തിന്റെ കാര്യം. സിസ്റ്റം എന്ത് സിസ്റ്റം എന്നാ ഇയാൾ പറയേണ്ടത്? സിസ്റ്റം എന്നോട് പറയാതെ. ഇത് ഹെയറാർക്കിക്കൽ സിസ്റ്റമാണ്, രാജാവിന്റെ സിസ്റ്റമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ജനാധിപത്യത്തിൽ തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൽ ഇയാൾ എന്തെങ്കിലും പോകേണ്ടി വന്നിട്ടുണ്ടോ? എന്താ അത് ചെയ്യുന്നതെന്ന് ഇയാൾ അറിഞ്ഞിട്ടുണ്ടോ? അതവിടെ നോക്കുകുത്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കഴുതകളായിട്ട് IAS-കാരന്മാരെ കൊണ്ട് ഇതിനും കൂടെ വെച്ചിട്ടായി ഭരിച്ചോണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഗവർണർ നേരിട്ട് വിളിച്ച് ഇവന്മാരെല്ലാം ഭരിക്കാൻ പറ്റുന്നത്. സമാന്തര ഭരണമാണ്. ഇലക്ഷൻ നടക്കേണ്ട കാര്യമില്ല, നഷ്ടക്കച്ചവടമാണ് ഈ ഇലക്ഷൻ. ഇലക്ഷനില്ലാതെ പിന്നെ എങ്ങനെ? വേണ്ട, ഇലക്ഷൻ 15 കൊല്ലം നടന്നില്ല, 20 കൊല്ലം നടന്നില്ലെങ്കിലും ഭരണം നടക്കും. കാരണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം. അതാണ് ഉദ്യോഗസ്ഥ ഭരണം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥ ഭരണം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ, രാജകുമാരുണ്ടാക്കിയതാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ 5 കൊല്ലം കൂടുന്നവന്മാരല്ല ഈ ഭരിക്കുന്നത്. അവന്മാരവിടെ പോയിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നു എന്നുള്ളതേ ഉള്ളു. കുറെ നിയമമൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കുസി പിടിച്ചിട്ട് കുറെ നിയമമൊക്കെ ഉണ്ടാക്കും. അതെങ്ങനെ താഴോട്ട് വരത്തില്ല. അതൊക്കെ സെക്രട്ടറിമാരിങ്ങനെ അതിന് കൊറിയിട്ട് അവിടെ വയ്ക്കും. അവിടെ ഇരിക്കും, കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കും. അത് ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാരിരുന്ന് സംസാരിക്കുമ്പോൾ നോക്കിയാൽ മതി. കൊള്ളാവുന്ന IAS ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ സ്ഥിരമായിട്ടുള്ളവരാണ്, വല്ലപ്പോഴും വരുന്നവരാണ് മറ്റവരെന്നാ പറയുന്നത്. ഇയാൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ നിന്ന് കൊള്ളാവുന്ന ഒരു കളക്ടറാണെന്ന് പറയുന്നതിന്റെ വരിക്കകത്തുള്ളതാണ്. സ്ഥിരമായത് ഞങ്ങളാണ്,
വല്ലപ്പോഴും വരുന്നവരാണ് രാഷ്ട്രീയക്കാരെന്നാ പറഞ്ഞത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരൊറ്റ ഉദ്യോഗസ്ഥൻ ജനാധിപത്യത്തിൽ ഉണ്ടായിക്കൂടാ. ജനങ്ങളാൽ ആ തിരഞ്ഞെടുക്കപ്പെടുക. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുക തന്നെ വേണം. അയാള് കളക്ടർ ആകുന്നു എന്ന് പറഞ്ഞാൽ അയാൾ എലക്ട് ചെയ്യപ്പെടണം, അക്കൗണ്ടബിൾ ആകണം. അപ്പൊ ഈ IAS എക്സാം ഒക്കെ ഇല്ലാതാക്കണം. ഒരു കാര്യമില്ല. IAS ഒക്കെ പഠിച്ചിട്ട് വേണം അയാൾ അവിടെ ഇരിക്കേണ്ടത്. അതിന്റെ അവിടെ ഇതിന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് പാസ്സാകണം. ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ അത് പാസ്സാകണം. പക്ഷെ എലക്ട് ചെയ്യപ്പെടണം. അതിനുശേഷം പിന്നീട് അവർ എലക്ട് ചെയ്യപ്പെടണം. അത് വേറെ കാര്യമാണ്. അത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ചുമ്മാതെ ആളുകളങ്ങ് ജനാധിപത്യപരമായി പെരുമാറുമെന്ന് ഇയാളുടെ വിചാരം. അങ്ങനില്ല. ജനസമ്മതരാകേണ്ടതുണ്ട്. ഇനി അത് ഇനി തെരഞ്ഞെടുപ്പിന് ബുദ്ധിമുട്ട് എന്നുള്ള നിലവാരത്തിൽ നമ്മൾ പറയുന്നു വെച്ചു. അപ്പൊ പിന്നെ അവർ അക്കൗണ്ടുകളാകുന്നത് എങ്ങനെയാണ്? താനൊരു ഓഫീസിൽ ചെല്ലുന്നു, തനിക്കൊരു സേവനം നൽകിയവന് അപ്പൊ തന്നെ ഊബറുകാരന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലേ നമ്മള്? അതുപോലെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇയാൾ നന്നായിട്ട് എനിക്ക് സേവനം തന്നു. ഇതിന്റെ റേറ്റിംഗ് എത്ര ചെയ്തിരിക്കുന്നു എന്നനുസരിച്ചിട്ട് മാത്രമേ അവന് ഇൻക്രിമെന്റ് കൊടുക്കാവൂ. അപ്പൊ മര്യാദയ്ക്ക് പെരുമാറും.